ഞാൻ പറയാൻ പോകുന്നത് GME കോഴ്സിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് GME കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. കുറച്ച് കോളേജസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ പഠിക്കുന്നവർക്ക് 100% പ്ലേസ്മെന്റ് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് MEO ക്ലാസ് 4 എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് GME കോഴ്സിനെ കുറിച്ചിട്ടാണ്. GME കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്താണ്, ആർക്കൊക്കെ ഈ കോഴ്സ് പഠിക്കാൻ പറ്റും, എത്രയാണ് ഈ കോഴ്സിന്റെ ഫീസ്, ഏതൊക്കെ കോളേജിലാണ് ഈ ഒരു കോഴ്സ് വരുന്നത്, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലേ എന്താണ് ഷിപ്പിൽ ജോലി ലഭിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ GME കോഴ്സിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു. GME എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് മെറൈൻ എഞ്ചിനീയറിംഗ്. നിങ്ങൾ മെർച്ചന്റ് നേവിയിലെ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലാണ് ഒരു ജോലിക്ക് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് GME കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് ആർക്കൊക്കെയാണ് പഠിക്കാൻ പറ്റുന്നത്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് GME കോഴ്സ് പഠിക്കാൻ പറ്റുന്നത്. അതിൽ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അലോങ് വിത്ത് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിലൊരു കണ്ടീഷൻ വരുന്നത് മെക്കാനിക്കൽ ആയിരിക്കണം അവരുടെ മെയിൻ സ്ട്രീം ആയിട്ട് വരേണ്ടത്. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് പഠിച്ചവർക്കും ഈ ഒരു കോഴ്സ് പഠിക്കാവുന്നതാണ്. ഇതിലൊരു കണ്ടീഷൻ പറയുന്നത് നേവൽ ആർക്കിടെക്ചർ ആയിരിക്കണം അവരുടെ മെയിൻ സ്ട്രീം ആയിട്ട് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് കൂടി ഈ GME കോഴ്സ് ചെയ്യാവുന്നതാണ്. GME കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 1 വർഷമാണ്. 1 വർഷത്തെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 6 മാസം ട്രെയിനി ആയിട്ട് ഒരു ഷിപ്പിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് MEOയുടെ ക്ലാസ് 4 എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ. ചില കോളേജസിൽ ഈ ഒരു പാറ്റേൺ ഡിഫറൻസ് ഉണ്ട്. അതായത് ഈ ഗ്രേറ്റ് ഈസ്റ്റേൺ കോളേജ് ഒക്കെ എടുക്കുവാണെങ്കിൽ അവിടെ ഈ ഒരു GME കോഴ്സ് 8 മാസമാണ് വരുന്നത്. പിന്നെ ഒരു 4 മാസം നിങ്ങളെ TME ആയിട്ട് ട്രെയിനി മെറൈൻ എഞ്ചിനീയർ ആയിട്ട് ഏതെങ്കിലും ഒരു ഷിപ്പിൽ വർക്ക് ചെയ്യണം. പിന്നെ ഒരു 6 മാസം കൂടി 5th എഞ്ചിനീയർ ആയിട്ട് ഒരു ഷിപ്പിൽ വർക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് MEO ക്ലാസ് 4 എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ. അതായത് ഇത് ചില കോളേജിലെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നോർമലി GME കോഴ്സ് എന്ന് പറയുന്നത് 1 വർഷത്തെ കോഴ്സും 6 മാസത്തെ ഷിപ്പിലെ ട്രെയിനിങ്ങും ആണ്. അധികം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, GME കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഷിപ്പിലെ റാങ്ക്, ഏത് റാങ്കിലാണ് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പൊ GME കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാഡറ്റ് ആയിട്ടായിരിക്കും ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അത് പല പേരിൽ ഈ കാഡറ്റിന് അറിയപ്പെടും, TME, 5th എഞ്ചിനീയർ എന്നൊക്കെ. അപ്പൊ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾ ഷിപ്പിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ക്ലാസ് 4 എക്സാം MEO ക്ലാസ് 4 എക്സാം അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഓരോ എക്സാം അറ്റൻഡ് ചെയ്ത് പ്രൊമോഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് 4th എഞ്ചിനീയർ, പിന്നെ 3rd എഞ്ചിനീയർ, 2nd എഞ്ചിനീയർ, 1st എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ, ഇത്രയും റാങ്കിലോട്ട് എക്സാം എഴുതിയിട്ട് പ്രൊമോഷനോടുകൂടി നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ്. ഓരോ റാങ്കിലേക്കും എത്താനുള്ള എക്സാംസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് വേറെ ചെയ്യാം. അപ്പൊ ഇതിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണുന്നവർക്ക് അത് കൺഫ്യൂഷൻ ആയിരിക്കും. കോഴ്സിനെ കുറിച്ചിട്ട് അറിഞ്ഞു, ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് മെർച്ചന്റ് നേവിയിൽ എന്താണ് ജോലി ലഭിക്കുക എന്നും കൂടി അറിഞ്ഞു. ഇനി അറിയേണ്ടത് ഈ ഒരു കോഴ്സ് പഠിക്കാൻ എത്രയാണ് ഫീസ് ആകുന്നത്, അതുപോലെ ഈ കോഴ്സ് ഏതൊക്കെ കോളേജിലാണ് പഠിപ്പിക്കുന്നത് എന്നല്ലേ. ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് 4 തൊട്ട് 7 ലക്ഷം വരെയാണ് ആകുന്നത്. അതായത് ഓരോ കോളേജസിലും ഫീസ് ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ നല്ലൊരു കോളേജ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് സ്പോൺസർഷിപ്പോട് കൂടി പഠിക്കുന്ന കോളേജ്, പിന്നെ നല്ല പ്ലേസ്മെന്റ് സപ്പോർട്ടുള്ള കോളേജ് ഒക്കെ ആണെങ്കിൽ ഒരു 6 തൊട്ട് 6.5 ലക്ഷം വരെ ഫീസ് ആകും. ഈ കോളേജിൽ ഇത്ര ഫീസ് കൊടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി കൺഫേം ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇനി പഠിച്ചു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ഉണ്ടാകും, ജോലി ലഭിക്കുന്ന ഉറപ്പുള്ള കുറച്ച് കോളേജസിന്റെ പേര് ഞാൻ പറയാം. ഗ്രേറ്റ് ഈസ്റ്റേൺ കോളേജ്, ആംഗ്ലോ ഈസ്റ്റേൺ കോളേജ്, സമുദ്ര കോളേജ്, പിന്നെ SCIയുടെ MTI കോളേജ്. ഇതായിരിക്കണം നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ടാവേണ്ടത്. ഈ കോളേജസിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് 100% ഷുവർ ആണ്. ഈ കോളേജസ് അല്ലാതെ തന്നെ ചെന്നൈയിലും കൊൽക്കത്തയിലും മറ്റു പല കോളേജസിലും ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കോളേജസിലൊക്കെ എത്രത്തോളം പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 50 കുട്ടികൾ പഠിക്കുന്നതിൽ 5-10 കുട്ടികൾക്ക് മാത്രമാണ് പ്ലേസ്മെന്റ് ലഭിക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കോളേജസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ പഠിക്കുന്നവർക്ക് 100% പ്ലേസ്മെന്റ് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സാണ്. SC/ST കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷനും OBC കാറ്റഗറിയിലുള്ളവർക്ക് 3 വർഷത്തെ റിലാക്സേഷനും ഉണ്ട്. ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ലോൺ ഫെസിലിറ്റി ഉണ്ടാവുമോ എന്നുള്ള കാര്യം പലർക്കും ഉള്ള ഡൗട്ടാണ്. ഈ ഒരു കോഴ്സ് പഠിക്കാൻ ബാങ്കിൽ നിന്ന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്.
GME കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മെക്കാനിക്കലിൽ മിനിമം 50% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ ആംഗ്ലോ ഈസ്റ്റേൺ കോളേജിലൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ 65% മാർക്കും ഇംഗ്ലീഷിൽ 50% മാർക്കും ഉണ്ടായിരിക്കണം. അപ്പൊ GME കുറിച്ചിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ചോദിച്ചോളൂ. മെർച്ചന്റ് നേവിയെ കുറിച്ചിട്ട് കൂടുതൽ വീഡിയോസ് അറിയാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്